ഇപ്പോൾ എക്സൈസ് മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതുകൊണ്ടാണ് ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ആയിരുന്നല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് ഞാൻ പലതവണ വിശദീകരിച്ചതാണ്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിന്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മാത്രമല്ല, നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിരിക്കും എന്നും പറഞ്ഞിരുന്നു. അപ്പം അതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഇപ്പം മനസ്സിലായില്ലേ, ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞുപോയി എന്നുള്ളത്. ഇവർക്കെന്തോ വഴിവിട്ടാണ് കൊടുത്തത് എന്നും ഇത് ഡീലാണ് എന്നും ഒക്കെ പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയില്ലേ. ആ സർക്കാർ ഉത്തരവിൽ പറഞ്ഞതുപോലെ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് അതിനുള്ള പ്രാരംഭാനുമതിയാണ് കൊടുത്തത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അത് എക്സൈസ് നോക്കേണ്ട കാര്യമല്ലാന്ന് അതാണ് ഞാൻ പറഞ്ഞത്. എക്സൈസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ വരുന്നില്ല. എക്സൈസിന്റെ മുമ്പിൽ നോക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രാരംഭാനുമതി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതെനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. എന്താണെന്നുള്ള വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. CPI ഉടക്കിടുകയാണല്ലോ തുടർച്ചയായിട്ട് ഒരു രാഷ്ട്രീയമായി പറയുന്ന വാദം. അതോടൊപ്പം തന്നെ ഈ കടലാസ് നീക്കത്തിൽ ഇതെല്ലാം അവർ മാറി നിൽക്കുകയാണല്ലോ. എക്സൈസ് വകുപ്പ് എടുക്കുന്ന ഒരു നയവുമായി ചേർന്നല്ല നിൽക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലായി. അത് ഞാൻ പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. തുടർച്ചയായി അവരിങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അതിനെതിരെ ഒരു അല്ല, സർക്കാർ കൊടുത്തിട്ടുള്ളത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, വ്യക്തമാണല്ലോ. അല്ല, മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇത് മദ്യനയം 2022, 23 23-24 പറഞ്ഞ കാര്യങ്ങളാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ആ മദ്യനയം സർക്കാർ അംഗീകരിച്ച് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞില്ല, 3 കൊല്ലമായി. ആദ്യത്തെ മദ്യനയം അംഗീകരിച്ചിട്ട് 3 വർഷമായി. രണ്ടാമത്തെ മദ്യനയം അംഗീകരിച്ചിട്ട് 2 വർഷമായി. ശരി, പ്രതിപക്ഷം പോലും പറയാത്ത ഒരു എക്സൈസ് മന്ത്രിയും ഒരു കമ്പനിയും തമ്മിലുള്ള ഡീലിനെ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ്? അങ്ങനെ ഞാൻ കേട്ടില്ല അവർ പറഞ്ഞത്. പിന്നെ ചിലര് എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയൊക്കെ എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. പാലക്കാട്ട് ഒയാസിസ് കമ്പനിയുടെ ഭൂമി തരം മാറ്റത്തിനുള്ള അനുമതി RDO നിഷേധിച്ച പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു എക്സൈസ് മന്ത്രി MP രാജേഷ്. നേരത്തെ